ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാരിത്താസ് ഹോസ്പിറ്റൽ, കോട്ടയം. കാരിത്താസ് ഹോസ്പിറ്റൽ, ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഇൻ സെൻട്രൽ ട്രാവൻകൂർ. നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. UDFന്റെ വിജയം ജനങ്ങളുടേതു കൂടിയെന്ന് ജി സുകുമാരൻ നായർ. പരിചയമുള്ളവരെ മുഖ്യമന്ത്രിയാക്കണമെന്നും അഭിപ്രായം പറയാൻ NSS ഇല്ലെന്നും ജനറൽ സെക്രട്ടറി. പുതുപ്പള്ളി ഭക്തിസാന്ദ്രം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ പൊന്നിൻ കുരിശ് മദ്ബഹയിൽ സ്ഥാപിച്ചു. നാളെ വലിയ പെരുന്നാൾ. വാണിജ്യ പാചകവാതക വിലവർധനയിൽ പ്രതിഷേധം. ഹോട്ടൽ വ്യാപാരികൾ 24 മണിക്കൂർ കടയടപ്പ് സമരം തുടങ്ങി. കോട്ടയത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. ഇടതു സർക്കാരിന്റെ തുടർഭരണത്തെ പ്രതിരോധിക്കുന്നതിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾ നിർണായക പങ്കുവഹിച്ചെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. UDF മന്ത്രിസഭയിൽ SC/ST വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. UDFന്റെ വിജയം അവരുടേത് മാത്രമല്ലെന്നും ജനങ്ങളുടേതു കൂടിയാണെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മുഖ്യമന്ത്രി ആരാകണമെന്ന് പറയേണ്ടത് NSS അല്ലെന്നും പരിചയമുള്ളവരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടതെന്നും ജി സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജയം UDFന്റേത് മാത്രമല്ല, ജനങ്ങളുടെ വിജയം കൂടിയാണെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. മുഖ്യമന്ത്രി ആരായാലും വിരോധമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാവരും യോഗ്യരാണ്, പരിചയമുള്ളവരെയാണ് മുഖ്യമന്ത്രി ആക്കേണ്ടത്. മുഖ്യമന്ത്രി ആരാകണമെന്ന് പറയേണ്ടത് NSS അല്ലെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. എനിക്ക് ആര് മുഖ്യമന്ത്രിയാകുന്നതിലും പക്ഷേ അതിനൊരു മാനദണ്ഡം വേണം. കാരണം ജനങ്ങൾ അതുപോലെ ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് അത് തീരുമാനിക്കുന്നത്. ചീഫ് മിനിസ്റ്ററുടെ കാര്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. യോഗ്യനാണ്, പക്ഷേ നിലവിലുള്ളതിൽ അല്ല, യോഗ്യനാണെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാവരും യോഗ്യരാണ്. അതെന്തിനാ തിരിച്ചിരിക്കുന്നത് നിങ്ങൾ? ജനങ്ങൾ മാറ്റത്തിന് ആഗ്രഹിച്ചു, അത് ഫലം കണ്ടു. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനാധിപത്യത്തിൻ്റെ വിജയമാണ്. ജനങ്ങൾ രാഷ്ട്രീയം മറന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തെ നാട്ടിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു മാറ്റം ആവശ്യം അവർ ആഗ്രഹിച്ചു. അങ്ങനെ അവർ ജനങ്ങൾ സഹകരിച്ച് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. അത് കോൺഗ്രസ്സുകാരതിനകത്ത് ഒന്നും ചെയ്തില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് മാത്രം അത് ഞങ്ങളുടെ വിജയമാണെന്ന് അവകാശപ്പെടാൻ ഒക്കത്തില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് വോട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയ വിജയമാണ്. പത്തനാപുരത്ത് ഗണേശന്റെ പരാജയം പ്രത്യേക നിർദ്ദേശം ഒന്നും NSS നൽകിയില്ല. NSSലെ പ്രശ്നങ്ങൾ അവിടെ ബാധിച്ചോ എന്നറിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആര്? VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ ഇവർ 3 പേരുമാണ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുള്ളത്. പൊതുജനം പ്രതികരിക്കുന്നു. കേരള മുഖ്യമന്ത്രി ആരായിരിക്കും? VD സതീശനല്ല. അല്ല KC വേണുഗോപാലാണ് ഒരു 90%. VD സതീശനാകാനുള്ള സാധ്യത എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. ചെന്നിത്തലയായിരിക്കും ഒന്നുകൂടെ തോന്നുന്നു. എൻ്റെ അഭിപ്രായത്തിൽ കിട്ടേണ്ടത് സതീശനാണ്. ആ, അല്ലാതെ വേറൊരുത്തനും ഇപ്പം അതിനുള്ള അധികാരം ഇല്ല. കാരണം അയാൾ കേരള കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്ന ആളാണ്. എൻ്റെ അഭിപ്രായം. കേരള മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം പ്രായം കൊണ്ടും പക്വത കൊണ്ടും പിന്നെ സാധനമില്ലെങ്കിൽ വീട്ടിലിരിക്കല്ലേ നിവൃത്തിയുള്ളൂ. അത് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരള മുഖ്യമന്ത്രിയായിട്ട് എൻ്റെ സഹപാഠിയും സുഹൃത്തുമായ VD സതീശൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ നിരീക്ഷണത്തിൽ VD സതീശനാകാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹം പ്രതിപക്ഷത്തിൽ നിന്നിട്ടാണ് UDF ഇത്ര സീറ്റ് കൂടുതൽ കിട്ടിയത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആകട്ടെ എന്നൊരു ആഗ്രഹം. ജനത്തിൻ്റെ ആഗ്രഹമാണ് VD സതീശൻ തന്നെ വരുന്നതാണ് നമുക്ക് ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു പ്രതിപക്ഷ നേതാവായിട്ടാണല്ലോ പുള്ളി ഇരിക്കുന്നതും. ഇന്നുവരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലല്ലോ. പുതുപ്പള്ളി പള്ളിയിൽ പൊന്നിൻ കുരിശ് പ്രതിഷ്ഠിച്ചു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പ്രധാന പെരുന്നാളിന്റെ ഭാഗമായാണ് പൊന്നിൻ കുരിശ് മദ്ബഹയിൽ സ്ഥാപിച്ചത്. പൊൻപ്രഭയിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പ്രധാന പെരുന്നാൾ ആഘോഷം ഇന്നും നാളെയുമായി നടക്കുകയാണ്. പ്രധാന പെരുന്നാളിന്റെ ഭാഗമായി പൊന്നിൻ കുരിശ് മദ്ബഹയിൽ സ്ഥാപിക്കുന്ന ശ്രേഷ്ഠമായ ചടങ്ങ് നടന്നു. രാവിലെ 5 കുർബാനയ്ക്ക് ശേഷം പൊന്നിൻ കുരിശ് എഴുന്നള്ളിച്ചു. വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ശക്തിയും ചൈതന്യവും ആവാഹിച്ചിട്ടുള്ളതെന്ന് വിശ്വസിച്ചു പോരുന്നതാണ് പൊന്നിൻ കുരിശ്. 401 പവനിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് പൊന്നിൻ കുരിശ്. ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പൊന്നിൻ കുരിശ് ത്രോണോസിൽ സ്ഥാപിച്ചു.
ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വിറകിടിയിൽ ഘോഷയാത്ര. നാളെയാണ് വലിയ പെരുന്നാൾ. പുലർച്ചെ 1 മണിക്ക് ചരിത്രപ്രസിദ്ധമായ വെച്ചൂട്ടിനുള്ള അരിയിടിയിൽ ചടങ്ങ് നടക്കും. രാവിലെ 8 മണിക്ക് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 9 കുർബാന നടക്കും. തുടർന്ന് വെച്ചൂട്ട് നേർച്ച സദ്യയും കുട്ടികൾക്കുള്ള ആദ്യ ചോറൂണും നടക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വാണിജ്യ പാചകവാതക വിലക്കയറ്റത്തിനെതിരെ ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 24 മണിക്കൂർ കടയടപ്പ് സമരം നടത്തി. ഇതോടനുബന്ധിച്ച് കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കലേക്ക് നടത്തിയ മാർച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വാണിജ്യ പാചകവാതക വില യാതൊരു നിയന്ത്രണവുമില്ലാതെ 1000 രൂപയാക്കി ഉയർത്തിയ നടപടിയിൽ പ്രതിഷേധിച്ച് ഓൾ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ 24 മണിക്കൂർ കടകൾ അടച്ചിട്ട് പ്രതിഷേധിച്ചു. കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് കടയുടമകൾ നടത്തിയ മാർച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. സമരക്കാർ ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ പ്രതീകാത്മകമായി റീത്ത് സമർപ്പിച്ചു. നിയന്ത്രണാതീതമായ വിലക്കയറ്റം മൂലം പല സ്ഥാപനങ്ങളും ഇപ്പോൾ തന്നെ അടച്ചുപൂട്ടിക്കഴിഞ്ഞു. ബാക്കി വരുന്ന സ്ഥാപനങ്ങൾ കൂടി അടച്ചുപൂട്ടലിന്റെ വക്കിലുമാണ്. ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന അനേകായിരം പേരെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഹോട്ടലുകൾ അടച്ചതോടെ ഹോസ്പിറ്റലുകൾ പോലുള്ളിടങ്ങളിൽ വൻ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്യാസിന് വില കൂടിയതോടെ ഭക്ഷണ സാധനങ്ങൾക്കും വില കൂട്ടാൻ തങ്ങൾ നിർബന്ധിതരാവുകയാണെന്ന് അസോസിയേഷൻ അംഗങ്ങൾ പറഞ്ഞു. വിലക്കയറ്റത്തിനെതിരെ സർക്കാർ അനുയോജ്യമായ നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കോട്ടയത്ത് നടന്ന സമരത്തിൽ സംഘടനാ ജില്ലാ പ്രസിഡന്റ് KK ഫിലിപ്പ് കുട്ടി അധ്യക്ഷനായി. KHRA സംസ്ഥാന സെക്രട്ടറി N പ്രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷെരീഫ്, KVVES ജില്ലാ പ്രസിഡന്റ് MK തോമസ് കുട്ടി, റോയ് ജോർജ്, ES ബിജു, ബിജോയ് V ജോർജ്, അൻസാരി, മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പിണറായി സർക്കാരിന്റെ തുടർഭരണത്തെ പ്രതിരോധിക്കുന്നതിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾ നിർണായക പങ്കുവഹിച്ചെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഭാരവാഹികൾ പറഞ്ഞു. പുതിയ സർക്കാരിൽ SC/ST വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള 2 മന്ത്രിമാരുണ്ടാകണമെന്നും ഇവർ കോട്ടയത്ത് ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണത്തെ പ്രതിരോധിക്കുന്നതിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് സംസ്ഥാന സമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദളിത് ആദിവാസി വിഭാഗങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. കേരളം ഇന്നോളം കണ്ട ദളിത് ആദിവാസി വിരുദ്ധ സർക്കാർ പിണറായി വിജയൻ നയിച്ച ഇടതുഭരണമാണെന്ന് പൊതുവികാരമായി മാറിയതിന് നിരവധി കാരണങ്ങളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏകാധിപത്യ സമീപനം, SC/ST സംവരണ വിരുദ്ധത, ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ നിലനിൽക്കുന്ന ഭരണഘടന അവകാശങ്ങളും ഭൂവകാശങ്ങളും ദുർബലമാക്കുക, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ജനങ്ങളോടുണ്ടായിരിക്കേണ്ട ഉത്തരവാദിത്വ ബോധം ഇല്ലാതാക്കുക തുടങ്ങിയവയെല്ലാം ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായി. പൊതുമുതൽ ഉപയോഗിച്ച് നടത്തിയ PR വർക്കിലൂടെ പൊതുജന വികാരത്തെ തടയാൻ ശ്രമിച്ച ഇടതുഭരണത്തിനേറ്റ തിരിച്ചടി ഏവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടതാണെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ലീഡ് ചെയ്തിരുന്ന അതിന്റെ ഭരണാധികാരിയായിരുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യ വാഴ്ചയായിരുന്നു എന്നുള്ളത് പരക്കെ എല്ലാവരും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നും ഉൾപ്പെടെ. അതുമാത്രമല്ല, ആദിവാസി ദളിത് വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായി അതിനുണ്ടായിരുന്ന നിരവധി അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന EWSന്റെ രൂപത്തിൽ, SCP/TSP ഫണ്ടിന്റെ രൂപത്തിൽ, വിദ്യാഭ്യാസ അവകാശങ്ങളുടെ രൂപത്തിലെല്ലാം തന്നെ അട്ടിമറിക്കുന്ന ഒരു സമീപനം ഉണ്ടായ ഏക ഗവൺമെന്റ് ഇതാണ്. ഞാൻ അന്നും അടിവരയിട്ട് പറഞ്ഞതാണ്. ഏറ്റവും മോശപ്പെട്ട നിലയിൽ SC/ST അവകാശങ്ങൾ റദ്ദ് ചെയ്ത ഒരു ഭരണമാണ് ഈ കാലയളവിൽ ഉണ്ടായിരുന്നത്. മറ്റൊന്ന്, കിഫ്ബി പോലുള്ള വമ്പൻ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്തും അതോടൊപ്പം വലിയ വികസനത്തിന്റെ പേരിൽ നടത്തിയിരുന്ന വികസന പദ്ധതികൾ പുത്തൻ മുതലാളി വർഗത്തെ പരിപോഷിപ്പിക്കുകയും, എന്നാൽ മറുഭാഗത്ത് ഏറ്റവും താഴെക്കടയിലുള്ള ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ റദ്ദാക്കുകയോ അവഗണിക്കുകയോ ചെയ്യുക, അത് മറച്ചുവെക്കാൻ വേണ്ടി അതിദാരിദ്ര്യ പ്രശ്നങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ ഭരണ കാലഘട്ടത്തിൽ ചെയ്തത്. പുതിയ സർക്കാർ ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. SC/ST വിഭാഗങ്ങൾക്ക് ക്യാബിനറ്റ് പദവിയുള്ള 2 മന്ത്രിമാരുണ്ടാകണമെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് പുതിയ സർക്കാരിനോട് ആവശ്യപ്പെടും. വിദ്യാഭ്യാസ ഗ്രാന്റുകൾ കൃത്യമായി ലഭിക്കാൻ SC/ST ഡെവലപ്മെന്റ് ആൻഡ് SC/ST ഡെവലപ്മെന്റ് ഫണ്ട് ആക്ട് നടപ്പാക്കാനും, നിതിൻ രാജിനെ പോലുള്ള വിദ്യാർത്ഥികളോടുള്ള അതിക്രമം ആവർത്തിക്കാതിരിക്കാൻ രോഹിത് ആക്ട് നടപ്പാക്കാനും പ്രഥമ പരിഗണന നൽകണമെന്നും ഇവർ ആവശ്യപ്പെടും. SC/ST വിഭാഗങ്ങൾക്ക് പ്രത്യേക കോർപ്പറേറ്റ്
കോർപ്പറേഷനുകളും പ്രത്യേക കമ്മീഷനും രൂപീകരിക്കാനും SC/ST ഉപദേശക സമിതിയിൽ എല്ലാ സാമുദായിക വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെടും. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ M. ഗീതാനന്ദൻ, വർക്കിംഗ് ചെയർമാൻ K. അംബുജാക്ഷൻ, ചെയർമാൻ IR സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മെയ് 12 നടക്കുന്ന ലോക നഴ്സിംഗ് ദിനാചരണത്തിന്റെ ഭാഗമായി പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് വാരാചരണത്തിന് തുടക്കം കുറിച്ചു. RMO ഡോക്ടർ രജീഷ് ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് ലേഖ പതാക ഉയർത്തി. വിവിധ നഴ്സിംഗ് കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കോട്ടയത്തിന് പിന്നാലെ പാലായിലും KC വേണുഗോപാലിനായി ഫ്ലെക്സ് ബോർഡുകൾ. പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം, പഴയ ബസ് സ്റ്റാൻഡ്, കൊട്ടാരമറ്റം സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് ഫ്ലെക്സ് ഉയർന്നത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഫ്ലെക്സ്. കേരളം KC നയിക്കട്ടെ എന്നും ഫ്ലെക്സിൽ പറയുന്നു. മരങ്ങാട്ടുപള്ളിയിൽ ഇല്ലിക്കൽ താഴെ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിൽ പട്ടാപ്പകൽ മോഷണം. ലോയൽറ്റി അലുമിനിയം ഫാബ്രിക്കേഷൻ എന്ന സ്ഥാപനത്തിലാണ് മോഷണം നടന്നത്. 39,000 രൂപ വില വരുന്ന അലുമിനിയം കട്ടിംഗ് മെഷീൻ നഷ്ടപ്പെട്ടു. ഉടമസ്ഥൻ സജിത്ത് ജോലിയുടെ ആവശ്യത്തിനായി പുറത്തുപോയിരിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDFന്റെ വിജയം ജനങ്ങളുടേതുകൂടിയെന്ന് G. സുകുമാരൻ നായർ. പരിചയമുള്ളവരെ മുഖ്യമന്ത്രിയാക്കണമെന്നും അഭിപ്രായം പറയാൻ NSS ഇല്ലെന്നും ജനറൽ സെക്രട്ടറി. പുതുപ്പള്ളി ഭക്തിസാന്ദ്രം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ പൊന്നിൻ കുരിശ് മദ്ബഹയിൽ സ്ഥാപിച്ചു. നാളെ വലിയ പെരുന്നാൾ. വാണിജ്യ പാചകവാതക വിലവർധനയിൽ പ്രതിഷേധം. ഹോട്ടൽ വ്യാപാരികൾ 24 മണിക്കൂർ കടയടപ്പ് സമരം തുടങ്ങി. കോട്ടയത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. ഇടതു സർക്കാരിന്റെ തുടർഭരണത്തെ പ്രതിരോധിക്കുന്നതിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾ നിർണായക പങ്കുവഹിച്ചെന്ന് അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട്. UDF മന്ത്രിസഭയിൽ SC/ST വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നും ആവശ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.